പഠിത്തം കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്നത് വരെ ഒരു ടെൻഷൻ നമുക്ക് എല്ലാവർക്കും സാധാരണ ഉണ്ടാവാറുണ്ട്. എന്നാലും ആ ടെൻഷനെ കുറിച്ചും പഠിത്തം കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചും പറയാനായിട്ട് എജുടെക് ബൈ മയൂര ക്രിയേഷൻസിന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള ആകാശാണ്. ആകാശ്, പറയൂ. എനിക്ക് തോന്നുന്നൊരു കാര്യം, ഞാനിവിടെ അറിഞ്ഞൊരു സംഭവമാണ് കേട്ടോ. ഈ മയൂരയുടെ എഡിറ്റിംഗ് കോഴ്സ് ചെയ്യാനായിട്ട്, എജുടെക്കിന്റെ കോഴ്സ് ചെയ്യാനായിട്ട് ഒരുപാട് ദൂരത്ത് നിന്നാണ് നമ്മുടെ ആകാശ് എത്താറുള്ളത്. എന്തുകൊണ്ട് ആ പ്രദേശത്തൊന്നും കോഴ്സ് നോക്കാതെ എജുടെക് ബൈ മയൂര തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള സ്ഥലത്താണല്ലോ നമ്മൾ പോയി ചെയ്യുക. അതെ, നമ്മൾ ഓൺലൈനിൽ ആഡിൽ കണ്ടേക്കാട്ടും നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വന്നപ്പോഴാണ് നമുക്ക് ഇവിടെ ചേരണം എന്നുള്ളൊരു ഒരു ചിന്ത വന്നത്. ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം എന്തായിരുന്നു എജുടെക്കിലെ? ഇവിടുത്തെ ഫെസിലിറ്റി തന്നെ, തിയേറ്റർ സൗകര്യം വെച്ചാലും, അതേപോലെ ഡബിങ് സ്റ്റുഡിയോ കാര്യങ്ങൾ, അതേപോലെ എങ്ങനെ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് തന്നെ ഇവിടെ പറഞ്ഞു തരാൻ ടെക്നിക്കലായിട്ട് എക്സ്പേർട്ടായ ആൾക്കാർ ഇവിടെ ഓൾറെഡി ഉണ്ട്. അത് തന്നെയാണ് വലിയൊരു കാര്യം. സാറിന്റെ ഒരു ക്ലാസ് എടുക്കുന്ന രീതി എങ്ങനെയായിരുന്നു? ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് ആരാണ്? സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കെ സാറിനെയാണ് കൂടുതലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാർ ഇങ്ങനെ പുഷ് ചെയ്യുമായിരുന്നു, നന്നായി പഠിക്കും, നന്നായി ചെയ്യുന്നൊക്കെ പറഞ്ഞ്? ഇല്ല, ആളങ്ങനെ പുഷ് ചെയ്യണ ഒരു ടൈപ്പ് അല്ല. എന്നാൽ നമുക്കൊരു വർക്ക് വരുമ്പോൾ നിന്നെ കൊണ്ട് അത് പറ്റും എന്ന് പറയുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. അത് തന്നെയാണ് നമുക്ക് കൂടുതൽ ഇത് പഠിച്ചെടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ. എഡിറ്റിംഗ് കോഴ്സ് ചെയ്തു, അത് എത്രമാത്രം ഇനിയുള്ള കരിയറിൽ, സ്വന്തം കരിയറിൽ സപ്പോർട്ടീവ് ആവുമെന്ന് തോന്നുന്നുണ്ട്? എനിക്ക് എന്നെ സംബന്ധിച്ചോളം എനിക്ക് നല്ല രീതിയിൽ തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി വെഡിങ് ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് മാറണം എന്നൊരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ എടുത്ത് അതിനോടൊപ്പം ഔട്ട് കൊടുക്കാനും എനിക്ക് പറ്റും. അപ്പം അങ്ങനെയാണ് ഞാൻ എഡിറ്റിംഗ് പഠിക്കാം, എൻ്റെ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി കൂടിയാണ് ഞാനിവിടെ വന്ന് ചേർന്നത്. സ്വന്തമായൊരു സംരംഭം സ്വപ്നം കാണുന്നുണ്ടല്ലേ? ആരാണത് ആഗ്രഹിക്കേണ്ടത്?